ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. നിതാന്തമായി തെളിമാനം പൂത്ത നിശീധിനിയിൽ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല. നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല. മഴവില്ലിൻ അഴകായി ഒരു നാളിൽ വരവായി. ഏഴഴകുള്ളൊരു തേരിൽ എൻ്റെ ഗായകൻ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. പ്രിയപ്പെട്ട പ്രേക്ഷക സമൂഹത്തിന് നന്ദി. ഞാൻ ഹക്കീം കൂട്ടായി. പൊന്നാനിയുടെ സാംസ്കാരിക കൂട്ടായ്മയായ സഹൃദയ സൗഹൃദ സംഘത്തിൻ്റെ ഗാനലോക വീഥികളിൽ എന്ന സംഗീത പരമ്പര പതിവായി കാണാറുള്ള ഒരാളാണ് ഞാൻ. ഏതൊരു മലയാളിയെയും പോലെ തന്നെ ചെറുപ്പകാലം തൊട്ട് ഇന്ന് വരെ എന്നെ ഏറ്റവും ഏറെ ആകർഷിച്ച കലാരൂപം ചലച്ചിത്ര ഗാനങ്ങൾ തന്നെയാണ്. മലയാളിയുടെ ഏറ്റവും വലിയ സാംസ്കാരിക സമ്പത്തും ചലച്ചിത്ര ഗാനങ്ങൾ തന്നെയാണല്ലോ. എന്നാൽ ഈ കലാരൂപത്തെക്കുറിച്ചുള്ള ചരിത്രപരമായ അന്വേഷണങ്ങളോ സൂക്ഷ്മമായ വിശകലനങ്ങളോ ഒന്നും അധികമായി മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് നിർഭാഗ്യകരമായ ഒരു വസ്തുതയാണ്. ഇവിടെ അതിനൊരു അപവാദമാണ് ഈ പരമ്പര. ആദ്യ സിനിമ തൊട്ട് മലയാളത്തിലെ എല്ലാ പ്രധാന സംഗീത സംവിധായകരുടെ വാക്കുകളും വിശദമായി ചർച്ച ചെയ്യുന്ന പരിപാടി മലയാളത്തിൽ ഇതാദ്യത്തേതാണ്. ഒരു സിനിമയ്ക്ക് മാത്രം സംഗീതം നൽകിയ സംവിധായകരെ പോലും വിട്ടുകളയാതെ പ്രശസ്തരോടൊപ്പം നിർത്തുന്നതും അഭിനന്ദനാർഹമാണത് എന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ 9 ഭാഗങ്ങളും വളരെ നന്നായിട്ടുണ്ട്. A.T. ഉമ്മറിനെയും R.K. ശേഖരനെയും കുറിച്ചുള്ള ഈ 10ാം ഭാഗം അതിലും കൂടുതൽ നന്നാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹോഷ്മളമായ അഭിനന്ദനങ്ങൾ. പൊന്നാനിയുടെ സാംസ്കാരിക കൂട്ടായ്മയായ
സഹൃദയ സൗഹൃദ സംഘത്തിന്റെ ഗാനലോക വീഥികളിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാനലോക വീഥികളുടെ 10ാമത്തെ ഭാഗമാണിത്. മലയാള സിനിമ ഗാനചരിത്രം ഇത്രയും തുടർഭാഗങ്ങളായി അവതരിപ്പിക്കപ്പെടുന്നത് ആദ്യമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനിക്കാം പുതിയ ഒരു ചരിത്രം കുറിച്ചതിന്. ഗാനലോക വീഥികളുടെ 10ാം ഭാഗത്തിൽ 2 ചലച്ചിത്ര സംഗീത സംവിധായകരോടൊപ്പം അവരുടെ പാട്ടുകളോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. ആദ്യത്തെ സംഗീത സംവിധായകൻ R.K. ശേഖർ. ഇദ്ദേഹം സംവിധാനം നിർവഹിച്ച പാട്ടുകൾ നിരവധിയാണ്. ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. R.K. ശേഖറിന്റെ മകനാണ് പ്രശസ്ത സംഗീതജ്ഞൻ A.R. റഹ്മാൻ. അടുത്ത സംഗീത സംവിധായകൻ A.T. ഉമ്മർ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു പാട്ടുണ്ട്. ഏതാണെന്നറിയണോ? നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. ഇപ്പോൾ ഓർമ്മ വന്നില്ലേ? ഇല്ല, ഞാനിങ്ങനെ അധികം പറയുന്നില്ല. വരൂ, നമുക്ക് ഗാനലോക വീഥികളിലൂടെ സംഗീത സംവിധായകരെ കുറിച്ചറിയാം, അവരുടെ പാട്ടുകൾ കേൾക്കാം. റെഡിയല്ലേ? നമുക്ക് പോകാം നമ്മുടെ പ്രിയപ്പെട്ട ഗാനലോക വീഥികളിലേക്ക്. നമസ്കാരം. ഇന്ന് ഗാനലോക വീഥികളിലെ 10ാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 10ാം ഭാഗത്തിൽ 2 പേരെ കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. ഒന്ന് R.K. ശേഖർ, പിന്നൊന്ന് A.T. ഉമ്മർ. അതിനു മുമ്പേ മലയാള സിനിമയിൽ ഇന്നും സജീവമായിരിക്കുന്നവരും മുമ്പ് സജീവമായിരുന്നവരുമായ കുറച്ച് പേരുകൾ നമ്മളൊന്ന് അനുസ്മരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളൊന്ന് പ്രതിപാദിച്ചുകൊണ്ടാണ് ഇവരിലേക്ക് എത്തുന്നത്. ആദ്യമായി നമ്മൾ വിദ്യാധരൻ മാഷെക്കുറിച്ച് അല്പം സംസാരിക്കാം. 1945 തൃശ്ശൂരുള്ള ആറാട്ടുപുഴയിലാണ് വിദ്യാധരൻ മാഷ് ജനിക്കുന്നത്. അദ്ദേഹം സ്വന്തമായി സംഗീതം അഭ്യസിക്കുകയും ഗുരുവിൻ്റെ കീഴിൽ അല്പകാലം സംഗീതം അഭ്യസിക്കുകയും ചെയ്ത ഒരാളാണ്. ആദ്യമായി അദ്ദേഹം സംഗീത സംവിധായകനാകുന്നത് ബലിയാടുകൾ എന്ന് പറയുന്ന നാടകത്തിലൂടെയാണ്. അദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നത് 1984 ശ്രീ മൂലനഗരം വിജയൻ സംവിധാനം ചെയ്ത എൻ്റെ ഗ്രാമം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അതിനുശേഷം എഴുതാപ്പുറങ്ങൾ, വീണഭൂമി തുടങ്ങി നിരവധി സിനിമകൾക്ക് അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. അദ്ദേഹം സംഗീതം നൽകിയ ഗാനങ്ങൾ വളരെ ഹിറ്റായ ഒരുപാട് ഗാനങ്ങളുണ്ട്. ഉദാഹരണത്തിന് കൽപ്പാന്ത കാലത്തോളം എന്ന് തുടങ്ങുന്ന ഗാനം, പിന്നെ കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിലെ കവർന്ന രാധികയെപ്പോലെ കവർന്ന രാധികയെപ്പോലെ കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിലെ കവർന്ന രാധികയെപ്പോലെ കവർന്ന രാധികയെപ്പോലെ വന്നു ഞാൻ നിൻ പടിവാതുക്കൽ ആടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ
ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോൾ ഏതു രാഗം ശ്രുതി താളം എന്നതോർക്കാതെ ഞാനാ വീണയിൽ പൊന്നിഴ പാകി മീട്ടിടുന്നാരു പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ. പങ്കുവെക്കാം തുടങ്ങി മലയാള സിനിമയ്ക്ക് നിരവധി ഗാനങ്ങൾ അദ്ദേഹം സംഭാവന നൽകിയിട്ടുണ്ട്. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. ആശകൾ തേരും നിരാശകൾ കണ്ണീരും അതുകൂടാതെ ഭൂതക്കണ്ണാടി എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം സംഗീതം നൽകിയ മറ്റ് 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ 2 ചിത്രങ്ങളാണ്, വീണപൂവും ഭൂതക്കണ്ണാടിയും. ലോഹിതദാസിൻ്റെ ഏറ്റവും നല്ല വർക്ക് എന്ന് പറയാവുന്ന ഭൂതക്കണ്ണാടിയുടെ സംഗീതം അദ്ദേഹമായിരുന്നു. അദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുമുണ്ട്. പിന്നെ ഒരാളുള്ളത് വിദ്യാസാഗറാണ്. അദ്ദേഹം മെലഡി കിങ് എന്നാണ് പറയുന്നത്. വിദ്യാസാഗർ മലയാളത്തിലും തമിഴിലും നിരവധി സിനിമകൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്. അദ്ദേഹം സംഗീതം അഭ്യസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനിൽ നിന്നാണ്. അദ്ദേഹം സംഗീതം നൽകിയ പ്രധാനപ്പെട്ട സിനിമകൾ എന്ന് പറയുന്നത് കൃഷ്ണകുടിയിൽ, ഈ പ്രണയകാലത്ത്, പിന്നെയും പിന്നെയും മാറുക്കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും മാറു നിലാവത്ത് പൊൻവേണുവൂതുന്ന മൃദുമന്ത്രണം, പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. 1959 ജനിച്ച മോഹൻ സിത്താരയാണ് മറ്റൊരു സംഗീത സംവിധായകൻ. അദ്ദേഹവും നിരവധി സംഭാവനകൾ മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുണ്ട്. 1986 ഇറങ്ങിയ 1 മുതൽ 0 വരെ എന്ന് പറയുന്ന സിനിമയാണ് അദ്ദേഹം സംഗീതം നൽകിയ ആദ്യത്തെ സിനിമ. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു, കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരന്യനെപ്പോൽ, വെറുമന്യനെപ്പോൽ. 750ഓളം ഗാനങ്ങൾക്ക് സംഗീതം നൽകിയ അദ്ദേഹം 750ഓളം ഗാനങ്ങൾ അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സിനിമകൾ തന്മാത്ര, ദീപസ്തംഭം, മഹാക്ഷര്യം, വചനം തുടങ്ങിയ ചിത്രങ്ങളാണ്. പിന്നെ ദർശൻ രാമനാണ് മറ്റൊരു സംഗീത സംവിധായകൻ. തകില് കൊട്ടാപ്പുറം, ഏതോ ഒരു സ്മൃതി തുടങ്ങിയ സിനിമകൾ സംഗീത സംവിധാനം നൽകിയ അദ്ദേഹം
10ഓളം ചിത്രങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്. സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനിയുറങ്ങൂ, മധുരവികാരങ്ങൾ ഉണർത്താതെ മാസ്മര ലഹരിപ്പൂ വിടർത്താതെ ഇനിയുറങ്ങൂ, വീണുറങ്ങൂ, സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനിയുറങ്ങൂ. ഗാനരചയിതാക്കളിൽ നിന്ന് സംഗീത സംവിധായകരായവരുടെ പേരുകൾ നമ്മൾ മുമ്പ് പറയുമ്പോൾ വിട്ടുപോയൊരു പേരുണ്ട്. അത് കവിയും ഗാനരചയിതാവുമായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ പേരാണ്. അദ്ദേഹം നിരവധി സിനിമകൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്. കളിയാട്ടം പോലുള്ള സിനിമകളിലെ ഗാനങ്ങൾ അതീവ ഹൃദ്യമാണ്. 10ഓളം സിനിമകൾക്ക് ആ കവിയും സംഗീതം നൽകിയിട്ടുണ്ട്. വേലിക്ക് വെളുപ്പാൻ കാലം താലിക്ക് കുരുത്തോല കോടിക്ക് കന്നി നിലാവ് സിന്ദൂരത്തിന് മൂവന്തി കോലോത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം മനം പോലെ മംഗല്യം വേലിക്ക് വെളുപ്പാൻ കാലം താലിക്ക് കുരുത്തോല കോടിക്ക് കന്നി നിലാവ് സിന്ദൂരത്തിന് മൂവന്തി കോലോത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം മനം പോലെ മംഗല്യം. ഉർമി, പുതിയ മുഖം എന്നീ സിനിമകൾക്ക് സംഗീതം നൽകിയ ദീപക് ദേവും മറ്റൊരു സംഗീത സംവിധായകനാണ്. അദ്ദേഹം 10ഓളം സിനിമകൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്. ഒറ്റയാൾ പട്ടാളവും സംഗീതം നൽകിയ ശരത്ത് മലയാളം തമിഴ് സിനിമകളിൽ സംഗീതം നൽകിയ ഒരു പ്രമുഖനായ ചലച്ചിത്ര സംവിധായകനാണ്. അദ്ദേഹത്തിന് 2011 സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട്. പ്രശസ്ത നടനും നിർമ്മാതാവും സംവിധായകനുമായ ലാലിൻ്റെ അനിയൻ അലക്സ് പോൾ മലയാളത്തിലെ മറ്റൊരു സംഗീത സംവിധായകനാണ്. തൊമ്മൻ്റെ മക്കൾ, ചതിക്കാത്ത ചന്തു തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ അതീവ ഹൃദ്യമാണ്. നിരവധി ചിത്രത്തിന് അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. മാസ്റ്റേഴ്സ്, ഉസ്താദ് ഹോട്ടൽ തുടങ്ങി നിരവധി ചിത്രങ്ങൾ സംഗീതം നൽകിയ ഗോപി സുന്ദറും മലയാളത്തിലെ പ്രശസ്തനായ ഒരു സംഗീത സംവിധായകനാണ്. പ്രശസ്ത സംഗീത സംവിധായകനായിരുന്ന ചിദംബരനാഥിൻ്റെ മൂത്ത മകനാണ് രാജാമണി. 11 ഭാഷകളിലായി 700-ൽ പരം ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. വെൽക്കം ടു കൊടൈക്കനാൽ, നുള്ളി നോവിക്കാതെ തുടങ്ങിയ അദ്ദേഹം സംഗീതം നൽകിയ ചിത്രങ്ങളാണ്. മലയാളത്തിൽ വളരെയധികം ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. ശ്യാമ, താളവട്ടം തുടങ്ങിയ സിനിമകൾക്ക് സംഗീതം നൽകിയ രഘുകുമാറും മലയാളത്തിലെ പ്രധാനപ്പെട്ട സംഗീത സംവിധായകൻ ഒരാളാണ്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ അനിയനായ കൈതപ്പുറം വിശ്വനാഥനും
മലയാളത്തിലെ പ്രശസ്തനായ ഒരു സംഗീത സംവിധായകൻ തന്നെയാണ്. തിളക്കം, കർണകി തുടങ്ങിയ സിനിമകൾ അദ്ദേഹം സംഗീതം നൽകിയതാണ്. മലയാളത്തിൽ നിരവധി സിനിമകൾക്ക് സംഗീതം നൽകി നിരവധി ഹിറ്റ് ഗാനങ്ങൾ ഇറക്കി ഒരു സംഗീത സംവിധായകനാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. ധാരാളം ആൽബങ്ങൾ, ധാരാളം ലളിതഗാനങ്ങൾ ഒക്കെ ഇറക്കി മലയാളത്തിൽ അറിയപ്പെടുന്ന കുറേ നാടകങ്ങൾക്കും അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. സ്നേഹം, തൂവാനത്തുമ്പികൾ തുടങ്ങിയ സിനിമകൾ അദ്ദേഹം സംഗീതം നൽകിയ സിനിമകളാണ്. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥൻ്റെ മുമ്പിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗമായി ദേവനുമനുരാഗിയാമമ്പലപ്രാവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥൻ്റെ മുമ്പിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗമായി ദേവനുമനുരാഗിയാമമ്പലപ്രാവേ. മംഗല്യപ്പല്ലക്ക്, പാഞ്ചജന്യം തുടങ്ങിയ സിനിമകൾക്ക് സംഗീതം നൽകിയ ബാലഭാസ്കറും മലയാളത്തിലെ അറിയപ്പെടുന്ന സംഗീത സംവിധായകനാണ്. കാമലോല, നീ അരികിൽ ഞാൻ അകലെ എന്നീ ചിത്രങ്ങൾ സംഗീത സംവിധാനം നൽകിയ കൊച്ചിൻ അലക്സും മലയാളത്തിലെ അറിയപ്പെടുന്ന സംഗീത സംവിധായകനാണ്. മലയാളത്തിലെ പ്രമുഖരായ ചലച്ചിത്ര സംവിധായകരിൽ ഒരാളാണ് എ ടി ഉമ്മർ. മലയാള സിനിമാ സംഗീത രംഗത്തെ രാജാക്കന്മാരായ രാഘവൻ മാഷ്, ബാബുരാജ്, ദേവരാജൻ, ദക്ഷിണാമൂർത്തി, അർജുന മാഷ് തുടങ്ങിയവരുടെ കാലഘട്ടത്തിൽ മലയാള സിനിമയിലേക്ക് വരികയും തൻ്റെ കഴിവുകൊണ്ട് അവരുടെ അടുത്ത് തന്നെ ഒരു സ്ഥാനം മലയാള സിനിമാ സംഗീത രംഗത്ത് കരസ്ഥമാക്കുകയും ചെയ്ത ഒരു സംഗീത സംവിധായകനാണ് എ ടി ഉമ്മർ. അഞ്ചുകണ്ടിൽ തളക്കൽ ഉമ്മർ എന്ന് പറയുന്ന എ ടി ഉമ്മർ 1933 കണ്ണൂരിലാണ് ജനിക്കുന്നത്. അദ്ദേഹം വലിയ വിദ്യാഭ്യാസമൊന്നും നേടിയില്ലെങ്കിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഫുട്ബോളിലും സംഗീതത്തിലും അദ്ദേഹം വളരെ തൽപരനായിരുന്നു. SSLCക്ക് ശേഷം അദ്ദേഹം വേണുഗോപാല ഭാഗവതരിൽ നിന്നും സംഗീതം അഭ്യസിപ്പിച്ചു. കണ്ണൂരിലുള്ള സ്പിരിറ്റഡ് യൂത്ത് ക്ലബ്ബ് എന്ന് പറയുന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ സജീവ അംഗത്വമുള്ള ഒരാളായിരുന്നു ഉമ്മർ. അദ്ദേഹം അതിൽ ഫുട്ബോൾ കളിക്കുകയും അതിൽ വല്ലപ്പോഴും ഇറങ്ങുന്ന നാടകത്തിന് സംഗീതം നൽകുകയും ചെയ്തിരുന്നു. വിദ്യാഭ്യാസ കാലം തൊട്ട് പിന്നീട് സ്പിരിറ്റഡ് യൂത്ത് ക്ലബ്ബിലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായി നിന്നിരുന്ന ഒരാളാണ് ഡോക്ടർ പവിത്രൻ. അദ്ദേഹം പിന്നീട് സിനിമ നിർമ്മിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പവിത്രൻ മദ്രാസിലേക്ക് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മദ്രാസിലെ കൈരളി സമാജം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടന അവിടെ ഒരു നാടകം അവതരിപ്പിക്കാൻ തയ്യാറായത് അവരുടെ വാർഷികത്തിൽ. അതിലേക്ക് ഗാനങ്ങൾ എഴുതുവാൻ അദ്ദേഹം അന്ന് മദ്രാസിലുണ്ടായിരുന്ന പി ഭാസ്കരനോട് സമീപിക്കുകയും ഭാസ്കരൻ ഗാനങ്ങൾ എഴുതിത്തരികയും ചെയ്തു. അങ്ങനെ ഈ ഗാനങ്ങളുമായി ആ കാലത്ത് മദ്രാസിൽ തിരക്കുള്ള ഒരുപാട് നാടക സംഗീത സംവിധായകരുടെ അടുത്തേക്ക് പോയി അവരൊക്കെ അതിന് സമയം വേണം, ഇപ്പോൾ ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ഒഴുകുകയും അപ്പോഴാണ് പവിത്രൻ്റെ ശ്രദ്ധയിൽ മനസ്സിൽ തൻ്റെ സുഹൃത്ത് എ ടി ഉമ്മറിൻ്റെ കാര്യം ഓർത്തത്. അങ്ങനെ അദ്ദേഹം എ ടി ഉമ്മറിനെ മദ്രാസിലേക്ക് വരുത്തി ആ നാടകത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിച്ചു. ആ നാടകത്തിന് സംഗീതം നൽകിയത് എ ടി ഉമ്മർ തന്നെയായിരുന്നു. ഇത് ഡോക്ടർ പവിത്രന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഡോക്ടർ പവിത്രൻ്റെ കൂടി പങ്കാളിത്തത്തോടു കൂടി 1964 65 ആണ് 60കളുടെ രണ്ടാം പകുതിയിൽ നിർമ്മിച്ച തളിരുകൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി എ ടി ഉമ്മറിനെ കൊണ്ട് അദ്ദേഹം സംഗീതം നൽകിച്ചു. ഇതിലെ ഗാനങ്ങളെല്ലാം ഹിറ്റുകളായി. അതിനുശേഷം മാത്രമല്ല ആ സിനിമയിലെ ഗാനങ്ങൾ ഹിറ്റുകളായെന്ന് മാത്രമല്ല, യേശുദാസിനെ പോലത്തെ പ്രഗത്ഭരായ ഗായകർ പലരും ഉണ്ടെങ്കിൽ പോലും കർണാടക സംഗീതത്തിലെ ശാസ്ത്രീയ സംഗീതത്തിലെ രാജാവായ ബാലമുരളി കൃഷ്ണനെ കൊണ്ട് പാടിപ്പിക്കുവാനുള്ള ഒരു അവസരം കൂടി ആ സിനിമയിൽ എ ടി ഉമ്മറിനുണ്ടായി. അതിനുശേഷം ഡോക്ടർ ബാലകൃഷ്ണൻ നിർമ്മിച്ച്, പവിത്രൻ്റെ സുഹൃത്താണ് ഡോക്ടർ ബാലകൃഷ്ണൻ, അദ്ദേഹം നിർമ്മിച്ച കളിയല്ല കല്യാണം എന്ന് പറയുന്ന സിനിമക്കും കൂടി എ ടി ഉമ്മറാണ് സംഗീതം നൽകിയത്.
പക്ഷെ അത് പാട്ടുകളൊക്കെ ഹിറ്റായെങ്കിലും എ ടി ഉമ്മർ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ അത്ര പോപ്പുലർ ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഭാർഗവി നീലയത്തിന് ശേഷം വിൻസെൻ്റ് അതേ കമ്പനിയുടെ ചന്ദ്രധാരയുടെ ആൽമരം എന്ന് പറയുന്ന സിനിമയ്ക്ക് സംഗീതം നൽകുന്നത്. അപ്പോൾ ഭാർഗവി നിലയത്തിൻ്റെ സംഗീത സംവിധായകൻ ബാബുരാജ് ആയിരുന്നു. പക്ഷേ ബാബുരാജിനെ കൊണ്ട് എന്തുകൊണ്ടോ സംഗീതം നൽകിക്കാൻ വിൻസെൻ്റ് തയ്യാറായില്ല. എന്നാൽ ഹിന്ദുസ്ഥാനി സംഗീതത്തോട് ഒത്തുപോകുന്ന ഒരു സംഗീതധാരയിൽപ്പെട്ട ആരെക്കൊണ്ടെങ്കിലും സംഗീതം ചെയ്യിപ്പിക്കണം എന്ന് വിൻസെൻറ്റിന് നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്, കണ്ണൂരിൽ നിന്നും ഒരു എ ടി ഉമ്മർ എന്ന് പറയുന്ന ഒരു പുതിയ സംഗീത സംവിധായകനുണ്ട്, അദ്ദേഹം തളിരുകളിലും കളിയല്ല കല്യാണത്തിലും ഒക്കെ സംഗീതം നൽകിയതാണ്. ആ പാട്ടുകൾ വിൻസെൻ്റ് കേട്ടപ്പോൾ വിൻസെൻറ്റിന് വളരെയധികം സന്തോഷം തോന്നി. വിൻസെൻ്റ് അദ്ദേഹത്തെ വിളിച്ചു ആൽമരം എന്ന് പറയുന്ന സിനിമയിലെ സംഗീതം നൽകാൻ ഏൽപ്പിച്ചു. എന്നാൽ അതിലെ ഗാനങ്ങളെല്ലാം ഹിറ്റായി. പിന്നെയും ഇണക്കുയിൽ പിണങ്ങിയല്ലോ, മഴവില്ലിൻ പൂപ്പന്തൽ ഇത്ര വേഗം, മഴയേറ്റു വീഴുമെന്നാരറിഞ്ഞു, അതുകൂടാതെ നൂതന ഗാനത്തിൻ യമുനാ തീരത്തിൽ നൂപുരധ്വനികൾ ഉണരട്ടെ എന്ന് പറയുന്ന ആൽമരത്തിലെ എല്ലാ ഗാനങ്ങളും ഹിറ്റായി. അതിനുശേഷം വിൻസെൻ്റ് എന്നെ സംവിധാനം ചെയ്ത ആഭിജാത്യം എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അതിലെ വൃശ്ചിക രാത്രി തന്നെ അരമനമുറ്റത്തും രാസലീലക്ക് വൈകിയതെന്തിനി തുടങ്ങിയ അതിൽ 6 ഗാനങ്ങൾ ഹിറ്റായി. പിന്നീട് എ ടി ഉമ്മർ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. എ ടി ഉമ്മർ മലയാള സിനിമയുടെ മുഖ്യധാരയിലെ സംഗീത സംവിധായകരിൽ ഒരാളായി തീർന്നു. അവിടുന്ന് അങ്ങോട്ട് എ ടി ഉമ്മർ ധാരാളം സിനിമക്ക് മലയാളത്തിൽ സംഗീത സംവിധാനം നിർവഹിച്ചു. നിരവധി ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് വേണ്ടി നൽകി. ഈ കലാകാരൻ മരിക്കുന്നത് 2001 മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത പല സംഗീത സംവിധായകരിൽ ഒരാളാണ് എ ടി ഉമ്മർ. ആർ കെ ശേഖർ മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു മ്യൂസിക് കണ്ടക്ടറാണ്. മാത്രമല്ല നല്ലൊരു സംഗീത സംവിധായകനും കൂടിയാണ്. 1933 കുലശേഖർ, രാജഗോപാൽ കുലശേഖർ എന്ന് പറയുന്ന ആർ കെ ശേഖർ ജനിക്കുന്നത്. ഈ ആർ കെ ശേഖറെ നമുക്ക് അറിയാവുന്ന ഒരാളാണ്. കാരണം ഇന്ത്യൻ സംഗീത രംഗത്തിന്, ഇന്ത്യൻ സംഗീത പ്രേമികളുടെ അഭിമാനമായ അഹങ്കാരമായ പിതാവാണ് അദ്ദേഹം. ഒരു മ്യൂസിക് കണ്ടക്ടർ എന്നുള്ള നിലക്ക് 1000-ലേറെ തമിഴ്, തെലുങ്ക്, മലയാള സിനിമകൾക്ക് അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സിനിമ പാശ്ചാത്തല സംഗീതമാണ് ഏറെ ആകർഷിക്കുന്നത്. കാരണം ഹോളിവുഡ് തലത്തിലുള്ള ഹോളിവുഡിൻ്റെ നിലവാരത്തിനൊത്ത് ഉയർന്ന പാശ്ചാത്തല സംഗീതമാണ് ആർ കെ ശേഖറിൻ്റേത്. ഓസ്കാർ അവാർഡിന് അരികിലേക്ക് പല പ്രാവശ്യം ഓസ്കാർ അവാർഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അക്കാലത്ത് അധികം പേരും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ 41 വയസ്സിൽ മരിച്ച അദ്ദേഹത്തിന് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ആ കാലം അദ്ദേഹത്തിൻ്റെ മകനാണ് നൽകിയത്. ഇതിലേക്ക് വരുന്നത് 1964 ഇറങ്ങിയ പഴശ്ശി രാജ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അതിൽ വയലാർ എഴുതിയ നിരവധി ഗാനങ്ങൾ അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. ഒരു 6-7 ഗാനങ്ങൾ എല്ലാ സിനിമയിലുണ്ട്. അതിൽ ഏറ്റവും ഹിറ്റായത് ചൊട്ട മുതൽ ചുടല വരെ ചുമടും താങ്ങി എന്ന് പറയുന്ന ഗാനമാണ്. പിന്നീട് അദ്ദേഹം ഉദയായുടെ തന്നെ ആയിഷ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി സംഗീതം നൽകി. അതിനുശേഷം യുദ്ധഭൂമി തുടങ്ങി നിരവധി ഒരു 10-12 സിനിമകൾക്ക് എ ആർ റഹ്മാൻ സംഗീതം നൽകിയിട്ടുണ്ട്. ഈ സംഗീത സംവിധാന രംഗത്ത് പലപ്പോഴും അദ്ദേഹത്തിന് നല്ല തിരക്കുള്ളൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം അദ്ദേഹം ഒരു മ്യൂസിക് കണ്ടക്ടർ എന്ന നിലയ്ക്ക് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. മലയാള സിനിമയിലെ പ്രശസ്തരായ എല്ലാ സംഗീത സംവിധായകർക്കും എ ആർ റഹ്മാൻ ആർ കെ ശേഖർ തന്നെ മ്യൂസിക് കണ്ടക്ടറായി കിട്ടണമെന്നുള്ളൊരു വാശിയുള്ളതുകൊണ്ട് പലപ്പോഴും സൗഹൃദത്തിനും സ്നേഹത്തിനും വഴങ്ങി തനിക്ക് കിട്ടുന്ന അവസരങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി അദ്ദേഹം കൊടുക്കുകയാണ് ചെയ്യാറ്. മലയാള സിനിമയിലെ നിരവധി സംഗീത സംവിധായകരുണ്ടെങ്കിലും ആർ കെ ശേഖരെ പോലെയുള്ള മികച്ച മ്യൂസിക് കണ്ടക്ടർമാർ വളരെ കുറവാണ്. 41 വയസ്സിൽ മരിച്ച അദ്ദേഹം അന്ന് മലയാള സിനിമയ്ക്ക് ഒരു നഷ്ടം തന്നെയായിരുന്നു. ചോറ്റാനിക്കാര അമ്മയാണ് അദ്ദേഹം സംഗീത സംവിധാനം നൽകിയ അവസാന സിനിമ.
रंगों से यादों की रंगों से सच करके हंस हंस के दिल में मिले अरमान की करी अरमान की करी झील किनारे तुमको पुकारे झील किनारे तुमको पुकारे എല്ലാവർക്കും നമ്മുടെ ഗാനലോക വീഥികളിലേക്ക് ഇന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ എ.ടി. ഉമ്മർ എന്ന് പറയാൻ പോരാ, അദ്ദേഹം ഉസ്താദ് തന്നെയാണ്. ഇപ്പം ഈ കേട്ട ഗാനം ഹിന്ദി പടത്തിലെ ഗാനമല്ല, മലയാളം പടത്തിൽ 1982 തടാകം എന്ന് പറഞ്ഞ സിനിമ. ഈ വരി എഴുതിയിട്ടുള്ളത് നമ്മുടെ ഗായകനായ PB ശ്രീനിവാസാണ്. എസ് ജാനകിയമ്മയാണ് പാടിയിട്ടുള്ളത്. നമ്മുടെ ഇന്ന് അനുസ്മരിക്കുന്ന നമ്മുടെ എ.ടി. ഉമ്മർ എന്ന് പറഞ്ഞൊരു ഉസ്താദാണ്. സ്വരങ്ങളെ കൊണ്ട് വലിയ കളികളൊന്നും നടത്തിയിട്ടില്ലെങ്കിലും നല്ല ഈണങ്ങൾ, നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെട്ട, ആസ്വദിക്കാൻ ഇഷ്ടപ്പെട്ട കുറേ ഈണങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഈണങ്ങളുടെ സുൽത്താൻ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈണങ്ങളുടെ സുൽത്താനെ നമുക്കൊന്ന് അറിയാം. അപ്പം ഇന്ന് ഞാൻ തന്നെ പാടിയ കുറേ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള വലിയ രാഗത്തിൻ്റെ കളിയൊന്നും ഇല്ലെങ്കിലും എങ്കിൽ പറഞ്ഞു പോകും. ആ ഗാനങ്ങളിലേക്കുള്ള ഒരു ആസ്വാദനം നമുക്ക് ഞാനും ആസ്വദിക്കും, നിങ്ങളും ആസ്വദിക്കുക. ആ ഗാനങ്ങളിലൂടെ ഒരു പോകാം കേട്ടോ. ഇത് ശങ്കരാഭരണം രാഗമാണ്.
പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ. ഇത് രാഗം ഹരഹരപ്രിയം. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു രാഗമാണ് ഹരഹരപ്രിയം. വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ബാലവാനപ്പൂ ഒരു ചന്ദനത്തിൻ മണിവീണ അവനു നൽകി. വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ അവിടെയാണ് അവർ ഗാന്ധാരത്തിന്റെ ഒരു പ്രയോഗം എഴുതിയിട്ടുള്ളത്. അതാണ് ആ പാട്ടിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അത് തന്നെയാണ് വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പൂ ഒരു ചന്ദനത്തിൻ മണിവീണ അവനു നൽകി. പ്രമേയായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം ദാസേനും സുശീലാമ്മയും പാടിയത്. ശിവരചന. ചൈത്രദേവതയെ ആരാധിക്കാൻ ഉദ്യാനപാലകനെ അനുവദിക്കൂ ദേവി അനുവദിക്കൂ. ചൈത്രദേവതയെ ആരാധിക്കാൻ ഉദ്യാനപാലകനെ അനുവദിക്കൂ ദേവി അനുവദിക്കൂ.
മാഹേശ്വരിയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഗാന്ധാരം മാറി മാറി വരുന്നതുകൊണ്ട് ഇത് പഹാടി ആണ് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. അടുത്ത കുറച്ച് ഗാനങ്ങളുമായി ഞാൻ രണ്ടാം ഭാഗത്തിലേക്ക് വരുന്നു. ആ രണ്ടാം ഭാഗത്ത് നമുക്ക് വീണ്ടും ഒത്തുചേരാം. ഈ പാട്ട് ഒരു പ്രത്യേകതയുണ്ട്. ഈ പാട്ട് പാടിയിട്ടുള്ളത് നമ്മുടെ കുന്നംകുളത്തുകാരൻ, അന്നത്തെ പ്രശസ്ത ഗായകൻ കെ.സി. വർഗീസ് എന്നയാളാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. പല്ലവി ദർബാരിക്കാരുടെ, പക്ഷേ അനുപല്ലവി ദൈവതം മാറി വരുന്നുണ്ട്. അത് വേറെ രാഗമാണ്. പൊട്ടി കരഞ്ഞുകൊണ്ടോ കുറ്റങ്ങൾ സമ്മതിക്കാം. പൊട്ടി കരഞ്ഞുകൊണ്ടോ
താമരയാക്കിയ ലക്ഷ്മി മാപ്പു തരൂ എനിക്ക് മാപ്പു തരൂ പൊട്ടി കരഞ്ഞിക്കൊണ്ടോ കുറ്റങ്ങൾ സമ്മതിക്കാം. ഉമ്മർ ഉസ്താദിന്റെ ഒരു പൊന്നുതൂവലാണ്. തുഷാര ബിന്ദുക്കളേ. ഇത് രാഗം യമുന കല്യാണിയാണ്. തുഷാര ബിന്ദുക്കളേ നിങ്ങൾ എന്തിനു വെറുതെ ചെമ്പനിരലരിൽ വിഷാദഭാവങ്ങൾ അരുളി. തുഷാര ബിന്ദുക്കളേ നിങ്ങൾ എന്തിനു വെറുതെ ചെമ്പനിരലരിൽ വിഷാദഭാവങ്ങൾ അരുളി. തുഷാര ബിന്ദുക്കളേ. അടുത്ത ഗാനം ഖരഹരപ്രിയ. ഇദ്ദേഹത്തിന്റെ ഇഷ്ടരാണ് ഞാൻ പറഞ്ഞത്. മരച്ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ പണ്ടു വടക്കൻ തെന്നൽ. വാഗപ്പൂ മരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ പണ്ടു വടക്കൻ തെന്നൽ. അടുത്തൊരു ഗാനം സത്യൻ അന്തിക്കാട് രചിച്ച ഗാനമാണ്. ഒരു നിമിഷം തരൂ നിന്നിലലിയാ ഒരു യുഗം തരൂ നിന്നെ അറിയാ നീ
ഈ ഗാനത്തിന്റെ പല്ലവി ആ ദൈവത്തിന്റെ പ്രയോഗം നല്ലുണ്ട് എങ്കിൽ അനുപല്ലവി ആ ധർബൈന ദൈവതം ഒന്ന് ഒഴിവാക്കിയിട്ടുള്ള ഒരു ശൈലിയാണ് അദ്ദേഹത്തിലുള്ളത്. അത് ധാനി എന്ന് പറയുന്ന ഒരു രാഗത്തിലേക്കാണ് മാറിയിട്ടുള്ളത്. രണ്ട് രാഗങ്ങളുടെ കോമ്പിനേഷനാണ് ആ പാട്ട്. അദ്ദേഹത്തിന്റെ മറ്റൊരു ഗാനം ആശയുടെയോ നിരാശയുടെയോ എന്തു തന്നെ ആവാം, അതിലല്പം റൊമാൻസ് ഉണ്ട്. എന്തായാലും ആ ഗാനം കമ്പോസ് ചെയ്തിട്ടുള്ളത് ഹരികാംബോജിയാണ്. ഏറ്റവും ഭംഗി കിടക്കുന്നത് ഒരു അനുപല്ലവി. ചെറിയ കർത്താരം ഹൃദയം ഹംസങ്ങൾ സ്വപ്നങ്ങളായി ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീ
ഇതിന്റെ മൂന്നാം ഭാഗം കുറച്ച് സമയം വയ്ക്കുക. മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. നമ്മളെല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്നൊരു ചിത്രമാണ് അവളുടെ രാവുകൾ. അതില് നമുക്കറിയാവുന്ന രാഗേന്ദുകിരണങ്ങൾ അറിയാം. പക്ഷെ അതിനേക്കാൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന വേറൊരു ഗാനമുണ്ട്. ഒരു താരാട്ടുപാട്ട്. പക്ഷെ അതിന് വേറെ സ്ട്രക്ചറാണ്. അതിൻ്റെ അനുപല്ലവിയാണ് ശ്രദ്ധേയം. കാരണം ആ പാട്ടിൻ്റെ നിരീക്ഷിക്കുന്നവർക്കറിയാം, ആ പാട്ടിൻ്റെ അനുപല്ലവി ആ സ്കെയിലിൻ്റെ ഒരു മേജർ 7th കോഡ് എന്നാണ്. ആ മേജർ 7th കോഡ് എന്നാണ് ആ പാട്ട് തുടങ്ങുന്നത്. അങ്ങനെ ഒരു സ്ട്രക്ചറുള്ള ആ ഒരു പാട്ട്. സ്വർണമാക്കൈകളും വർണ്ണമേഘങ്ങളും നിന്റെ പേരോടുമാ സ്വപ്നലോകങ്ങളും. സ്വർണമാക്കൈകളും വർണ്ണമേഘങ്ങളും നിന്റെ പേരോടുമാ സ്വപ്നലോകങ്ങളും. കണ്ടു പുന്നാരമോ നാളെ ആളാകണം, നാടിനാരാധ്യനായി നീ വളർന്നിടണം. ജന്മസാഫല്യമേ നീ ഉറങ്ങൂ മതി, എന്റെ ആരോ മതി ആരിയോ. എന്റെ പെഞ്ചോമന പൂങ്കുരുന്നാരാരിയോ. കൊച്ചു പൊന്നും കിനാവിന്റെ പൂമഞ്ചലിൽ 7 ലോകങ്ങളും കണ്ടു.
രാഗം കല്യാണി. ഒരു മണിക്കിളിയായി ഞാൻ ജനിക്കുമെങ്കിൽ നിന്റെ തിരുമുടിക്കുടന്നയിൽ തപസ്സിരിക്കും. ഒരു മണിക്കിളിയായി ഞാൻ ജനിക്കുമെങ്കിൽ നിന്റെ തിരുമുടിക്കുടന്നയിൽ തപസ്സിരിക്കും. ഒരു മുളം തണ്ടായി ഞാൻ പിറക്കുമെങ്കിൽ നിന്റെ ചോടിമലരിതളിൽ നനഞ്ഞു പാടും നനഞ്ഞു പാടും. ഒരു മയിൽപ്പീലിയായി ഞാൻ ജനിക്കുമെങ്കിൽ നിന്റെ തിരുമുടിക്കുടന്നയിൽ തപസ്സിരിക്കും. ഒരു നല്ല ശരീരമുള്ള കാലം. എന്റെ ജന്മം നീയെടുത്തു, നിന്റെ ജന്മം ഞാനെടുത്തു. എന്റെ ജന്മം നീയെടുത്തു, നിന്റെ ജന്മം ഞാനെടുത്തു. തമ്മിൽ മോഹം പൂവണിഞ്ഞു, തമ്മിൽ തമ്മിൽ തേച്ചൊരിഞ്ഞു. കൈകളിൽ നിന്ന് തുട്ടിലാക്കി പാടിടാം ഞാൻ ആരാരോ. കൈകളിൽ നിന്ന് തുട്ടിലാക്കി പാടിടാം ഞാൻ ആരാരോ. എന്റെ ജന്മം നീയെടുത്തു. നമ്മുടെ മലയാളികളുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു ഗാനം. ജലശംഖുപുഷ്പം ചൂടും കടലോരതീരം മനസാക്ഷിയിൽ ഓരോ അലമാലയായി മൂടും. ജലശംഖുപുഷ്പം ചൂടും കടലോരതീരം മനസാക്ഷികൾ ഓരോ അലമാലയായി മൂടും. ജലശംഖുപുഷ്പം. ഇനി അദ്ദേഹത്തിന്റെ ഒരു ഫാസ്റ്റ് നമ്പർ നമ്മൾ ഇഷ്ടപ്പെടുന്ന രണ്ടെണ്ണം ഉണ്ട്. ശ്രദ്ധിക്കുന്ന അതിൽ കൂടി പോയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ?
കന്മലം നിറയും കരിമ്പനകൾക്കുള്ളിലും ലഹരി നുരയും നിര നിര നിരയൂ നിര 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 നുര നുര നുരയൂ നുര 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 കരിമ്പാറകൾക്കുള്ളിലും കന്മലം നിറയും കരിമ്പനകൾക്കുള്ളിലും ലഹരി നുരയും ഇനി നമുക്ക് നമ്മുടെ ഫേവറേറ്റ് കൃഷ്ണചന്ദ്രൻ പാടിയ ആ ഗാനം തുള്ളി തുള്ളിയോടും കാട്ടരുൾ പറയാമോ നീ എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളിയോടും ചൊരിയും കാട്ടരുൾ പറയാമോ നീ എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം. സംഗീതത്തിന്റെ ഈണങ്ങളുടെ സുൽത്താനം ഉസ്താദ് എ.ടി. ഉമ്മറിനെ പ്രണാമം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നന്ദി നന്ദി. കല്യാണപ്പന്തൽ എന്ന സിനിമയിൽ മനോഹരമായ ഒരു പാട്ടുണ്ട്. മാനസവീണയിൽ നീയൊന്നു തൊട്ടു മണിനാഥ മന്ദാരം പൂവിട്ടു. ഈ പാട്ട് എഴുതിയത് യൂസഫലി കേച്ചേരി, സംഗീതം നൽകിയത് എ.ടി. ഉമ്മർ. ഈ ഗാനം പാടി അനശ്വരമാക്കിയത് കെ.സി. വർഗീസ്. കെ.സി. വർഗീസിനെ നമ്മൾ അറിയണം. അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ്, എന്ന് പറഞ്ഞാൽ കുന്നംകുളത്തുകാരനാണ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം പാടിയ പാട്ടുകളെല്ലാം വളരെ പ്രചാരമുള്ളവയായിരുന്നു. ഈ പാട്ടും വളരെ പ്രശസ്തമാണ്. ഒരു അനുരാഗത്തിൻ്റെ ഓളങ്ങൾ അലതല്ലി വരുന്ന അതിമനോഹരമായ ഒരു ഗാനം. ഈ ഗാനം രാംദാസ് പാടുന്നുണ്ട്, അത് കേൾക്കുക. ചുട്ട മുതൽ ചുടലവരെ ചുമടും താങ്ങി ദുഃഖത്തിൻ കണ്ണീർ പന്തലിൽ നിൽക്കുന്നവരെ ചുട്ട മുതൽ ചുടലവരെ ചുമടും താങ്ങി ദുഃഖത്തിൻ കണ്ണീർ പന്തലിൽ നിൽക്കുന്നവരെ കാലൻ കോഴികൾ കൂവി കഴുകൻ ചുറ്റി നടന്നു അറബിക്കടലല ഞെട്ടിയുണർന്നു ഗിരികൂടങ്ങൾ നടുങ്ങി തുടിച്ചു തൂക്കുമരക്കയർ നിന്നും മരണം കയറിയിറങ്ങി
ഉറങ്ങി ചൊട്ട മുതൽ ചുടല വരെ ചുമടും താങ്ങി ദുഃഖത്തിൻ കണ്ണീർ പന്തലിൽ നിൽക്കുന്നവരെ പിറന്ന നാടിനു വേണ്ടി പൊരുതി മരിച്ചവരിവിടെ സ്വന്തം ചോരയിലെഴുതിയ ജീവിത മന്ത്രം കേട്ടു നിങ്ങൾ സ്വർഗത്തേക്കാൾ വലുതാണി ജന്മഭൂമി ചുട്ട മുതൽ ചുടല വരെ ചുമടും താങ്ങി ദുഃഖത്തിൻ കണ്ണീർ പന്തലിൽ നിൽക്കുന്നവരെ താമരപ്പൂ നാണിച്ചു നിന്റെ തങ്കവിഗ്രഹം വിജയിച്ചു താമരപ്പൂവോ നാണിച്ചു നിന്റെ തങ്കവിഗ്രഹം വിജയിച്ചു പുളകം പൂക്കും പൊയ്ക പറഞ്ഞു യുവതീ നീയൊരു പൂവായി വിടരൂ നദിയുടെ ഹൃദയം ഞാൻ കണ്ടു നിന്നടയിൽ ഞാനാ ഗതി കണ്ടു നദിയുടെ ഹൃദയം ഞാൻ കണ്ടു നിന്നടയിൽ ഞാനാ ഗതി കണ്ടു കാറ്റാം കാമുക കവി പാടി കാറ്റാം കാമുക കവി പാടി കരളേ നീയൊരു പുഴയായൊഴുകൂ താമരപ്പൂ നാണിച്ചു നിന്റെ തങ്കവിഗ്രഹം വിജയിച്ചു പുളകം പൂക്കും പൊയ്ക പറഞ്ഞു യുവതീ നീയൊരു പൂവായി വിടരൂ ജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ ഹൃദയം പൂപ്പൊയ്കയായി ഹംസങ്ങൾ സ്വപ്നങ്ങളായി ആയിരം ആയിരം അഭിലാഷങ്ങൾ തെളിനീർ കുമിളകളായി അവയുടെ ലാളനം ഏറ്റുമയങ്ങും നീയൊരു താമരയായി നീലത്താമരയായി നീലജലാശയത്തിൽ നിമിഷം വാചാലമായി
ജന്മങ്ങൾ സഫലങ്ങളായി നിന്നിലും എന്നിലും ഉൾപ്രേരണകൾ ഉത്സവ മത്സരമാടി നിശയുടെ നീലിമ നമ്മുടെ മുന്നിൽ നിത്യ കമ്പളമായി ആദ്യ സമാഗമമായി നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ. അനുവദിക്കൂ ദേവി, അനുവദിക്കൂ. ചൈത്രദേവതയെ ആരാധിക്കാൻ ഉദ്യാനപാലകനെ അനുവദിക്കൂ. അനുവദിക്കൂ ദേവി, അനുവദിക്കൂ. ചൈത്രദേവതയെ ആരാധിക്കാൻ ഉദ്യാനപാലകനെ അനുവദിക്കൂ. അനുവദിക്കൂ ദേവി, അനുവദിക്കൂ. സങ്കൽപ്പജാലത്താൽ കൊളുത്തി ഞാനെൻ്റെ സന്ധ്യാസൗവർണ്ണ ദീപമാല. സങ്കൽപ്പജാലത്താൽ കൊളുത്തി ഞാനെൻ്റെ സന്ധ്യാസൗവർണ്ണ ദീപമാല. ആത്മാവിൽ മോഹന സ്വപ്നപുഷ്പാഞ്ജലി അനുദിനം നടത്തുവാൻ അനുവദിക്കൂ. അനുവദിക്കൂ ദേവി, അനുവദിക്കൂ. ചൈത്രദേവതയെ ആരാധിക്കാൻ ഉദ്യാനപാലകനെ അനുവദിക്കൂ. അനുവദിക്കൂ ദേവി, അനുവദിക്കൂ. അനുവദിക്കൂ ദേവി, അനുവദിക്കൂ. സ്വർണ്ണമുകിലുകൾ സ്വപ്നം കാണും പൗർണമിരാവേ നീയെങ്ങോ കാത്തിരിക്കും കാമിനി നിന്നെ കാണാനായി നീ എന്നു വരും. കാണാനായി നീ എന്നു വരും. പൂത്തു വസന്തം യാമിനിയെ ഞാൻ മാത്രമേ കാകിനിയായി ഏകാന്തതയിൽ മണിയറയിൽ എന്നെ കാണാൻ ഇന്നു വരും. എന്നെ കാണാൻ ഇന്നു വരും. തേന്മലരേ നിൻ കവിളേ കാണുവതെന്തേ പനിനീരോ. തേന്മലരേ നിൻ കവിളേ കാണുവതെന്തേ പനിനീരോ. തേന്നുകരും കാമുകനെ കാണാതൊഴുകും കണ്ണീരോ.
ജന്മബന്ധങ്ങൾ വെറും ജലരേഖകൾ, ജനനത്തിനും മരണത്തിനും നടുവിൽ ഒഴുകും ജീവിത നദിയിലെ ജലരേഖകൾ. ജന്മബന്ധങ്ങൾ വെറും ജലരേഖകൾ, ജനനത്തിനും മരണത്തിനും നടുവിൽ ഒഴുകും ജീവിത നദിയിലെ ജലരേഖകൾ, ജലരേഖകൾ. അടുത്തും അകന്നും അപാരതയിലേക്കലയുമീ അണ്ടകടാഹങ്ങളിൽ ഒരു മൺതുരുത്തിലെ വഴിയമ്പലത്തിലെ വിരുന്നുകാരൻ ഞാൻ, വിരുന്നുകാരൻ ഞാൻ. ഒരിടത്തു പൊട്ടിച്ചിരികൾ, ഒരിടത്തു ബാഷ്പോദകങ്ങൾ. ഈ വഴിയമ്പലത്തിലെ ഉദ്യാനപാലകൻ ചെകുത്താനോ ദൈവമോ, ദൈവമോ, ദൈവമോ. ജന്മബന്ധങ്ങൾ വെറും ജലരേഖകൾ, ജനനത്തിനും മരണത്തിനും നടുവിൽ ഒഴുകും ജീവിത നദിയിലെ ജലരേഖകൾ, ജലരേഖകൾ. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാം അന്തരീക്ഷം. വിദുരയാം രാധയെപ്പോൽ എനിക്കിന്നിട്ടും വിലപിക്കാൻ മാത്രമാണ് യോഗം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാം അന്തരീക്ഷം. അർഹതപ്പെട്ടതല്ലെങ്കിലും ഞാനെന്റെ അന്തരംഗം നിൻ മുന്നിൽ തുറന്നു വച്ചു. അർഹതപ്പെട്ടതല്ലെങ്കിലും ഞാനെന്റെ അന്തരംഗം നിൻ മുന്നിൽ തുറന്നു വച്ചു. അങ്ങയോടൊത്തെന്റെ ജീവിതം പങ്കിടാൻ അവിവേകിയായ ഞാൻ ആഗ്രഹിച്ചു. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാം അന്തരീക്ഷം. മന്ദസ്മിതത്തിനുള്ളിൽ നീ ഒളിപ്പിച്ച മൗനനൊമ്പരം ഞാൻ വായിച്ചു. മന്ദസ്മിതത്തിനുള്ളിൽ നീ ഒളിപ്പിച്ച മൗനനൊമ്പരം ഞാൻ വായിച്ചു. മരതക മനസ്സിൽ പുതിയ വികാരത്തിൻ മദന പല്ലവികൾ നീ എഴുതി വെക്കൂ. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാം അന്തരീക്ഷം. വിദുരയാം രാധയെപ്പോൽ എനിക്കിന്നിട്ടും വിലപിക്കാൻ മാത്രമാണ് യോഗം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാം അന്തരീക്ഷം. മാനസവീണയിൽ നീയൊന്നു തൊട്ടു, മണിനാദ മന്ദാരം പൂവിട്ടു. തന്ത്രികൾക്കെല്ലാം
മാനസവീണയിൽ നീയൊന്നു തൊട്ടു മണിനാദ മന്ദാരം പൂവിട്ടു. മധുമാസം പോലെ നീ വന്നണഞ്ഞു മധുരപ്രതീക്ഷകൾ മലരണിഞ്ഞു. മധുമാസം പോലെ നീ വന്നണഞ്ഞു മധുരപ്രതീക്ഷകൾ മലരണിഞ്ഞു. അണയാതൻ ഹൃദയത്തിൽ തെളിഞ്ഞു നിൽക്കും അഴകേ നീ കൊളുത്തിയ പ്രണയഗീതം. മാനസവീണയിൽ നീയൊന്നു തൊട്ടു മണിനാദ മന്ദാരം പൂവിട്ടു. ആയിരം വസന്തത്തിൻ പൂക്കളെല്ലാം ആ മലർ മിഴികളിൽ ഒതുങ്ങി നിന്നു. മറയാതൻ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും മറയാതൻ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും. മനസ്സിൽ നീ ഉണർത്തിയ മധുര സ്വപ്നം. മാനസവീണയിൽ നീയൊന്നു തൊട്ടു മണിനാദ മന്ദാരം പൂവിട്ടു. തന്ത്രികൾക്കെല്ലാം ഒരേയൊരു താളം ഒരേയൊരു രാഗം അനുരാഗം. മാനസവീണയിൽ നീയൊന്നു തൊട്ടു മണിനാദ മന്ദാരം പൂവിട്ടു. ചന്ദ്രകലാധരനു കൺകുളിർക്കാൻ ദേവി പന്തടിച്ചാടുന്നു ചാഞ്ചാടുന്നു ചാഞ്ചാടുന്നു. ചന്ദ്രകലാധരനു കൺകുളിർക്കാൻ ദേവി പന്തടിച്ചാടുന്നു ചാഞ്ചാടുന്നു ചാഞ്ചാടുന്നു. ചഞ്ചല ചരണത്തിൻ ചിലങ്കകൾ കുലുങ്ങി കൊഞ്ചും തരിവളകൾ താളത്തിൽ കുലുങ്ങി താളത്തിൽ കുലുങ്ങി. ചന്ദ്രകലാധരനു കൺകുളിർക്കാൻ ദേവി പന്തടിച്ചാടുന്നു ചാഞ്ചാടുന്നു ചാഞ്ചാടുന്നു. സുന്ദരിമാർ രംപതിലോത്തമ നർത്തകിമാർ മദനൻ മീട്ടുന്നു മണിവീണ മദനൻ മീട്ടുന്നു മണിവീണ. നന്ദികേശൻ മൃദംഗം മുഴക്കുന്നു തത്തിമിതത്തിമിതത്തിമിതത്തിമിതത്തിമിതോ
മോജും തരിവളകൾ താളത്തിൽ കുലുങ്ങി, താളത്തിൽ കുലുങ്ങി. ചന്ദ്രകലാധരനു കൺകുളിർക്കാൻ ദേവി പന്തടിച്ചാടുന്നു, ചാഞ്ചാടുന്നു, ചാഞ്ചാടുന്നു. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ അമ്മേ, കനിവിൻ കേദാരമേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ. എൻ്റെ ഹൃദയം തളരും നേരം എനിക്കു താങ്ങായി നിൽക്കണമേ. എൻ്റെ ഹൃദയം തളരും നേരം എനിക്കു താങ്ങായി നിൽക്കണമേ. നിന്റെ തലതൻ കൽപ്പടവിൽ എന്നെ ഇരുത്തേണമേ അമ്മേ, കനിവിൻ കേദാരമേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ. അപമാനത്തിൻ അഗ്നിയിലെരിയും ഇടയ കന്യകയാ. അപമാനത്തിൻ അഗ്നിയിലെരിയും ഇടയ കന്യകയാ. ഈശ്വര പഞ്ചരം വെടിയാൻ കനിയോ യേശുമാതാവേ അമ്മേ, കനിവിൻ കേദാരമേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ അമ്മേ, കനിവിൻ കേദാരമേ. മക്ഷികേ, നീയൊരു കൊച്ചു പൂവിൻ്റെ ഹൃദയത്തിൽ ഇന്നലെ വിരുന്നു വന്നു, മതിര നുകർന്നു, മതി മറഞ്ഞിരുന്നു, മനസ്സിൽ മഴവില്ലു വിടർന്നു. മധുമക്ഷികേ, നീയൊരു കൊച്ചു പൂവിൻ്റെ ഹൃദയത്തിൽ ഇന്നലെ വിരുന്നു വന്നു. വർണ്ണരേണുക്കളിലാറാടി നീ ഉന്മാദലഹരിയിൽ നീരാടി. അഞ്ചേന്ദ്രിയ
ആ ആ ആ ചെമ്പകപ്പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു. വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പോൾ ഒരു ചന്ദനത്തിൽ പണി വീണ യവനു നൽകി. ചെമ്പകപ്പൂങ്കാവനത്തിൽ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു. തങ്ക സ്വപ്ന ശതങ്ങളാൽ തന്ത്രികൾ മീട്ടി അതിൽ സുന്ദര പ്രതീക്ഷകൾ തൻ ചായം പുരട്ടി. ആർത്തലച്ച ഹൃദയത്തിൽ തുളുമ്പിയ ഗാനങ്ങൾ രാത്രിയും പകലുമായവൻ വീണയിൽ മീട്ടി, വീണയിൽ മീട്ടി. ചെമ്പകപ്പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു. ആ മധുര സംഗീതത്തിൽ ലഹരിയാലെ സ്വന്തം ഭൂമിദേവിയെ പാവം മറന്നുപോയി. ശ്യാമളമാം ഭൂമിയാകെ പാഴ്മരുവായി മാറിപ്പോയി. പാവമപ്പോൾ പശിയാ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഒരുക്കി. ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരി ശതാവരി മലർ പോലെ. ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരി ശതാവരി മലർ പോലെ. വിശുദ്ധയായി വിടർന്നു നീ എൻ്റെ വികാരരാജാങ്കണത്തിൽ, വികാരരാജാങ്കണത്തിൽ. പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം പാലൊളിച്ചന്ദ്രനും പാതിരക്കാറ്റും പതുങ്ങി നിൽപ്പൂച്ചാരേ. പാലൊളിച്ചന്ദ്രനും പാതിരക്കാറ്റും പതുങ്ങി നിൽപ്പൂച്ചാരേ. ഹൃദയവും
ഹൃദയവും തമ്മിൽ പറയും കഥകൾ കേൾക്കാൻ, പറയും കഥകൾ കേൾക്കാൻ. പ്രിയമുള്ളവളെ, നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി. പിന്നെയും പിന്നെയും മാറുക്കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും മാറു നിലാവത്ത് പൊൻവേണു. കാനനത്തിൻ പുഷ്പമാസം വർണ്ണാക്ഷരങ്ങളായി കാമലേഖമെഴുതിയതറിഞ്ഞില്ലേ, കാമലേഖമെഴുതിയതറിഞ്ഞില്ലേ. ഓ ഓ മാരിവില്ലു പന്തലിട്ട ദൂരചക്രവാളം മാടി കൂട്ടുകാരനിണക്കിളി ഗഗനവീതിയിൽ പാട്ടുപാടിയലയുന്നു വിരഹിയായി. ജാലകങ്ങൾ തുറന്നിട്ടു താരുണ്യ സ്വപ്നങ്ങൾ, നീലമേഘരഥം നിന്നെ ആനയിച്ചിടും, നീലമേഘരഥം നിന്നെ ആനയിച്ചിടും. ഓ ഓ മാരിവില്ലു പന്തലിട്ടതു ഉഷസ്സു സന്ധ്യയോ സുന്ദരി, ഓമനേ നീ ഉണരുമ്പോഴോ ഉറങ്ങും പ്രിയമുള്ള സഹൃദയുടെ പ്രേക്ഷക സമൂഹത്തിന് എൻ്റെ നന്ദി, നമസ്കാരം. ഗാനലോകവീഥികളിൽ എന്ന സംഗീത പരമ്പരയുടെ ഇന്ന് 10 ഭാഗങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 10ൻ്റെ തികവ് പൂർണ്ണതയുടെ മികവാണ്, സൃഷ്ടിയുടെ നിറവാണ്. ഈ പരമ്പര അതിൻ്റെ പകുതിയിലേറെ ദൂരം പിന്നിട്ടു. ഈ ഭാഗത്തിൽ പരാമർശിക്കപ്പെട്ട എ.ടി. ഉമ്മറിൻ്റെ പാട്ടുകൾ ലാളിത്യത്തിൻ്റെയും നാടൻ ശീലുകളുടെയും ആത്മവാഹനത്തിൻ്റെ മനോഹരിതയും നമ്മെ വിസ്മയിപ്പിക്കുന്നവയാണ്. ബോളിവുഡ് സിനിമകളോട് കിടപിടിക്കുന്ന പാശ്ചാത്തല സംഗീതത്താൽ നമ്മെ അഭിമാനപൂരിതമാക്കിയ ആർ.കെ. ശേഖറാവട്ടെ ചുരുക്കം ഗാനങ്ങളാൽ എന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അതുല്യ സംഗീത പ്രതിഭയാണ്.